ഇന്നൊരു ലീസ് അഗ്രിമെൻ്റ് ആണ് രജിസ്റ്റർ ചെയ്യുന്നത്. വർക്കല മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്ന ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് സ്പേസിലെ 4000 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് ഒരു മൾട്ടി ബ്രാൻഡഡ് ഷോറൂം ഇവിടെ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. മാസവാടക 1,00,000 രൂപ, വാടക കാലാവധി 9 കൊല്ലം. 3 കൊല്ലം കൂടുന്തോറും വാടകയിൽ 15% വെച്ച് എസ്കലേഷൻ ഉണ്ടാവും. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു 6 ലക്ഷം രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലീസ് അഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് കമ്പനിക്ക് ഏകദേശം 2.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചിലവ് വന്നിട്ടുണ്ട്. പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ചിട്ടാണ് ഈ ലീസ് അഗ്രിമെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻ രജിസ്റ്റർ ചെയ്തെടുത്തിട്ടുള്ളത്. പവർ ഓഫ് അറ്റോർണി പ്രധാനമായിട്ടും 3 കാറ്റഗറിയിലാണുള്ളത്: എംബസി അറ്റസ്റ്റഡ്, നോട്ടറി അറ്റസ്റ്റഡ്, അതുപോലെ രജിസ്റ്റേർഡ് പവർ ഓഫ് അറ്റോർണി. വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറാത്ത ഒരു സാഹചര്യത്തിൽ എംബസി അല്ലെങ്കിൽ നോട്ടറി അറ്റസ്റ്റഡ് പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ച് നമുക്ക് ഇടപാട് നടത്താനായിട്ട് സാധിക്കുന്നതാണ്. ബ്ലഡ് റിലേഷനുള്ള ആളുകൾ, അതായത് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, കൂടാതെ ഭാര്യ, ഭർത്താവ് ബന്ധത്തിൽ നമുക്ക് എംബസി അല്ലെങ്കിൽ നോട്ടറി അറ്റസ്റ്റഡ് പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ച് എഗ്രിമെൻറ്റുകൾ, കരാറുകൾ ഒക്കെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറുന്ന ഒരു സാഹചര്യത്തിൽ സെയിൽ ഡീഡ്, സെറ്റിൽമെൻറ്റ് ഡീഡ് പോലുള്ള ആധാരങ്ങൾക്ക് രജിസ്റ്റേർഡ് പവർ ഓഫ്